നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ. റെഡിയാണ്. എല്ലാവരും വീഡിയോ മോഡിൽ വരിക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഗോൾസ് സെറ്റ് ചെയ്യുക, അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഗോൾസ് ഉണ്ടാവും അല്ലെ? ആഗ്രഹങ്ങൾ ഉണ്ടാകും. എനിക്ക് അത് നേടണം, ഇത് നേടണം, അല്ലെങ്കിൽ 10th ഫുൾ A+ വാങ്ങിക്കണം, +2 നല്ല മാർക്കോട് കൂടി വിജയിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ആഫ്റ്റർ ദ +2 നല്ലൊരു കോളേജിൽ സീറ്റ് കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വപ്നമായിട്ട് ഗോൾസ് ആയിട്ട് എഴുതി വെക്കുകയും അതിനുള്ള ആക്ഷൻസ് എടുത്ത് തുടങ്ങുകയൊക്കെ ചെയ്യുക എന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് മെഡിറ്റേഷനിലേക്ക് തന്നെ പോവാം. ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ മാക്സിമം ഓൺ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. റിലാക്സ് ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്നതാണ്. മെല്ലെ കണ്ണുകൾ അടച്ച് നിങ്ങൾ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് തള്ളവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് മണ്ഡല മുദ്രയിൽ ഇരിക്കാവുന്നതാണ്. ഇനി മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നേടാൻ ആഗ്രഹിച്ചത്, എങ്ങനെയെല്ലാമാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വിഷമാവസ്ഥയിലാണുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷപൂർവം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനോടും എല്ലാവരോടും ഒരു അനശ്വര ബന്ധം നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശസ്തിയും സ്ഥാനവും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അതിരറ്റ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ഒരു ജീവിതം നന്നായിട്ട് ആസ്വദിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്നതും അതിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ച് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ ജീവിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷപൂർവം ഞാൻ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സന്തോഷപൂർവം എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാത്തിനോടും എല്ലാവരോടും അനശ്വരമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ വിജയിയാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ നിമിഷത്തിൽ നിന്നും ഞാൻ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എല്ലായ്പ്പോഴും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വികാരങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. മെല്ലെ നിങ്ങൾക്ക്
തിരിച്ചു വരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മെല്ലെ മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്ത് തിരിച്ചു വരാവുന്നതാണ്. കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മി മുഖത്ത് ഒരു സൈഡിന് ശേഷം നിങ്ങൾക്ക് മെല്ലെ തിരിച്ചു വരാം. തിരിച്ചു വന്ന ആളുകള് വീഡിയോ മോഡിൽ വരിക. ഓക്കെ, തിരിച്ചു വന്നോ? റെഡി അല്ലേ? തുടങ്ങല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ? അതല്ല വെറുതെ സ്വപ്നങ്ങൾ മാത്രമാണോ? അതല്ല വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടോ? ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ. മൗണ്ടൈൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ മഹത്തരവും പ്രസിദ്ധവുമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ ലക്ഷ്യമൊന്നും ഇല്ലാതെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വെറുതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കുന്നുണ്ട്, നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, എണീക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നീട് രാത്രിയാവുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. ഈ ഒരു സർക്കിൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ കാര്യമായിട്ടൊന്നും അച്ചീവ് ചെയ്യുന്നില്ല. പക്ഷെ മറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന സമയത്ത് ഇന്നതായി തീരണം അല്ലെങ്കിൽ ഇന്ന ഇന്ന നേട്ടങ്ങൾ വേണം എന്നൊരു ലക്ഷ്യം നമ്മുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ആ ഒരു ലൈഫിനൊരു വാല്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. അത് ചെറുതുള്ളതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, എന്തായാലും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. എന്നിട്ട് നമ്മൾ നേടിയ ലക്ഷ്യങ്ങളൊക്കെ നമുക്കൊരു മാർക്കൊക്കെ ചെയ്ത് ഇനി വീണ്ടും അടുത്ത ലക്ഷ്യങ്ങള്, കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങള്, വലിയ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എഴുതി വെച്ചിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ എഴുതി വെക്കണം. അതിലൊരു വലിയ മാജിക് മിറാക്കിള് സംഭവിക്കും. ഐ ബിലീവ് ദാറ്റ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള പല ഡ്രീംസും ഞാൻ അച്ചീവ് ചെയ്തപ്പം ഞാൻ ബിലീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ വെറുതെ ഈ എഴുതി വെക്കുക എന്ന് പറഞ്ഞത് വെറുതെ പറയുന്ന ഒരു കാര്യമൊന്നല്ല. അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്, അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്, അതിന്റെ പിന്നിൽ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത്, നമ്മൾ വീണ്ടും വീണ്ടും അത് കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് തന്നെയാണ്, എനർജി ചേഞ്ച് ആണ്. ആ എനർജി ചേഞ്ച് നമ്മുടെ പ്രപഞ്ചത്തില് സക്സസിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് അതിന്റെ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. സോ അത് അവിടെ കടന്നിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്ത് എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അതിന്റെ എനർജി ആയിട്ട് നമ്മളുടെ മനസ്സിന്റെ എനർജി, നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ ഡ്രീംസിന്റെ എനർജിയും തമ്മിൽ ഒരേ ലെവലിൽ വരുമ്പോഴാണ് നമ്മളത് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യം, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതി വെക്കുക, അത് നിരന്തരമായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാനൊരു
2016-17 സമയത്ത് എഴുതി വെച്ചിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഇന്ന് ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരു മിറാക്കിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു 2017-18 സമയത്ത് എൻ്റെ ഒരു നോട്ട്ബുക്കില്, അതായത് അന്നത്തെ ഒരു ഡയറി ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു നോട്ട്ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മൈ ഗോൾസ് എന്ന് പറഞ്ഞിട്ട്, ഇന്റർനാഷണൽ ട്രെയിനറായി മാറുക എന്നുള്ളത്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറുക എന്ന്. ഐ തിങ്ക് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതല്ല, ഒരു ഇന്റർനാഷണൽ ട്രെയിനറായി മാറുക, സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലർ ആയിട്ട് മാറുക, അതുപോലെ പുസ്തകങ്ങൾ എഴുതുക, ഇതൊക്കെ ഞാൻ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ ഒരു സമയം കഴിഞ്ഞപ്പം ആ പുസ്തകം പിന്നീട് മറിച്ച് നോക്കുക അല്ലെങ്കിൽ അതെപ്പോഴും കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് അത് എഴുതി വെച്ചു. അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ മൈൻഡിന്റെ ഉള്ളിൽ അതിയായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ നേടിയെടുക്കണമെന്ന്. ഞാനൊരു 20ഓളം ലക്ഷ്യങ്ങൾ ആ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതില് പല ലക്ഷ്യങ്ങളും ഇന്ന് ഞാൻ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം. ബിക്കോസ് ഞാനിപ്പം ഈ ഒരു അടുത്ത കാലത്ത് അത് ഞാൻ വീണ്ടും ഒന്ന് മറിച്ച് നോക്കിയ സമയത്താണ് ഞാൻ വണ്ടർ അടിക്കുന്നത്. ബിക്കോസ് ഞാൻ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ട് മാറണം എന്നുള്ളത്. ഇപ്പം അൽഹംദുലില്ലാ ഞാൻ ഗ്ലോബൽ സർട്ടിഫൈഡ് മൈൻഡ് പവർ ട്രെയിനറാണ്. ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് സെഷൻസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് അറിയുന്നില്ല ഞാനൊരു എന്ത് ട്രെയിനറാണ് ആവാൻ പോകുന്നത്, എന്താണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടോ, എന്നെ കൊണ്ട് അതിന് പറ്റുമോ, അങ്ങനെയൊന്നും ഞാൻ ബിലീവ് ചെയ്യേ അല്ലെങ്കിൽ അതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഡ്രീം, ആ ഒരു ലക്ഷ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപബോധ മനസ്സിലതുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴേക്കോ ഞാൻ അതിനെക്കുറിച്ച് വിഷ്വൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിന്റെ ലക്ഷ്യമാണ്, ഇതിലേക്ക് ഞാൻ മൂവ് ഓൺ ചെയ്യാണ്, ആക്ഷൻസ് എടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ എന്തൊക്കെയോ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു ട്രാവലിലേക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫൈനൽ ഗോളിലേക്കാണ് എന്നതിനെ കുറിച്ചിട്ടും ഞാൻ ബോധേഡായിരുന്നില്ല. എനിക്ക് സക്സസ് ആവണം, എവിടെയെങ്കിലൊക്കെ എത്തപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലൈഫിൽ സ്റ്റക്കായി നിന്ന സമയത്തും ഞാൻ എന്താ പറയാ, ഒരു നിശ്ചിത പോയിന്റ് എത്തിയപ്പോൾ സ്റ്റക്കായപ്പോഴും ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തും, ഇങ്ങനെ ഒരു ട്രെയിനറായി മാറും എന്നുള്ളതൊന്നും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എഴുതി വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇപ്പൊ ഞാൻ നേടുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു മാജിക്കിൽ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആഗ്രഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മറന്നു പോയാലും നമ്മുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അത് മറക്കൂല. ഈ പ്രപഞ്ചം അതിനുള്ള വഴികളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുക, നമ്മൾ അതിനുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അവിടേക്ക് നമ്മൾ എത്തപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മളുടെ ഡ്രീം ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ആൻഡ് ബിലീവ് ഇറ്റ്, അച്ചീവ് ഇറ്റ് എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നം കാണുക, അത് എഴുതി വെക്കുക, ആൻഡ് നമ്മൾ ബിലീവ് ചെയ്യുക അത് നമുക്ക് കിട്ടുമെന്നുള്ളത്, ദെൻ നമ്മൾ അത് അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോളിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഡ്രീം ഇറ്റ്, റൈറ്റ് ഇറ്റ്, ബിലീവ് ഇറ്റ് ആൻഡ് അച്ചീവ് ഇറ്റ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നമുക്ക് ലക്ഷ്യങ്ങൾ വേണമെന്ന് പറയുന്നത്? ഇപ്പം ലക്ഷ്യങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലക്ഷ്യങ്ങളുള്ള ഒരു മനുഷ്യന്റെ ദിവസം എങ്ങനെ ആയിരിക്കും? ലക്ഷ്യങ്ങളില്ലാന്നെങ്കിൽ നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. നേരം വെളുക്കുന്നുണ്ട്, രാത്രിയാവുന്നുണ്ട്, നമ്മൾ അതിനിടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും. ചിലപ്പോൾ നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കും. ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അങ്ങനെ നമ്മളിങ്ങനെ സമയത്ത് വെറുതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ ആയിരിക്കും നമ്മളുണ്ടാവുക, ലക്ഷ്യങ്ങളില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ. മറിച്ച് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളുടെ ടൈമിനെ നമ്മൾ വേസ്റ്റ് ചെയ്യൂല, നമ്മളുടെ എനർജിയെ നമ്മൾ വേസ്റ്റ് ചെയ്യൂല. നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനെ വിഷ്വൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ആക്ഷൻസ് ഒക്കെയും പക്ക
യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും, വെറുതെ വേസ്റ്റ് ആവുന്ന രീതിയിലായിരിക്കൂല. സോ നമ്മുടെ ടൈമിനെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കൂല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കും. സോ അതിന്റെ ഒരു റിസർച്ച് ഫാക്റ്റില് പറയുന്ന ഒരു കാര്യമുണ്ട്, റിട്ടൺ ഗോൾസ്, അതായത് എഴുതി വെച്ചിട്ടുള്ള ഗോൾസ് എഴുതി വെക്കാത്ത ഗോൾസിനേക്കാളേറെ 45% മോർ സക്സസിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എഴുതി വെക്കാത്ത ഗോളും എഴുതി വെച്ചിട്ടുള്ള ഗോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. 42% വരെ നമുക്ക് എഴുതി വെച്ചിട്ടുള്ള ഗോൾസ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ചെറുതും വലുതും ആയിക്കൊള്ളട്ടെ, എഴുതി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പറ്റുന്ന ആളുകൾ അത് സ്റ്റിക്ക് ചെയ്യുക. നമ്മുടെ വാളിലോ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ അത് സ്റ്റിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡയറിയില് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോട്ട് പാഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അതെടുത്ത് ഒന്ന് നോക്കുക എന്നുള്ളത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇപ്പം ഒരുപാട് വലിയ ഗോൾസ് ഒന്നും എഴുതാതെ ചെറിയ ഗോൾസ് ഒക്കെ ഒന്ന് അങ്ങനെ എഴുതി ഒന്ന് ഇതാക്കി വെച്ച് നോക്കി. അപ്പൊ നിങ്ങളെ ലൈഫിൽ ഉണ്ടാകുന്ന മിറാക്കിൾസ് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ റിട്ടേൺ ഗോളിംഗ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ ക്ലാരിറ്റി കൂടും. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വാട്ട് ഐ വാണ്ട്, എനിക്ക് എന്ത് നേടണം, എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് നേടണം, ഞാൻ എവിടെ എത്തണം എന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഗോള് നമുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ വിഷ്വൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് നമുക്ക് മോട്ടിവേഷൻസ് കൂടും. ബിക്കോസ് നമ്മൾ ഓൾവേസ് മോട്ടീവായിട്ട് മുന്നോട്ട് പോകും, ഫോർവേഡ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഗോൾസിൽ, ഓക്കെ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടണം, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി എവിടെയെങ്കിലും നല്ല അഡ്മിഷൻ കിട്ടണം, അതൊരു ആഗ്രഹമാണ്, സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോഴും അത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ അത് മറന്നു പോകും, അല്ലെങ്കിൽ ഓക്കെ അതൊരു ലക്ഷ്യമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാകൂല. നേടണം, എനിക്ക് നല്ല മാർക്ക് നേടണം, അല്ലെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ എഴുതി വെച്ചിട്ട് ഓക്കെ എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, ഇതെന്റെ ലക്ഷ്യമാണ്, ഇതിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് കൂടും. നമ്മുടെ ഫോക്കസ് ഷാർപ്പണായിട്ട് നമുക്ക് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ പ്രോഗ്രസ്, നമുക്ക് നമ്മുടെ അപ്ഡേഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതൊക്കെയാണുള്ളത്. ഇപ്പം ലക്ഷ്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി എഴുതി വെക്കാണ്, എനിക്ക് ഒരു ഡോക്ടറായിട്ട് മാറണം. ഒരു സ്റ്റുഡന്റ് എഴുതി വെക്കാണ്, ഒരു കുട്ടി അവന്റെ 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ ഡയറിയിൽ എഴുതി വെക്കാണ്, എനിക്ക് ഇന്ന വർഷത്തിനുള്ളിലെ ഒരു അതായത് ഇപ്പം 7ാം ക്ലാസ്സിലാണെങ്കിൽ ഒരു 10-12 വർഷം കഴിയുമ്പോൾ എനിക്കൊരു ഡോക്ടറായിട്ട് മാറണം എന്ന് ആ കുട്ടി എഴുതി വെക്കാണ്. എന്നിട്ട് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഓരോ ദിവസവും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ഡോക്ടർ ആവണം, ഞാൻ അതിനു വേണ്ടി പഠിക്കണം എന്നുള്ള ഒരു രീതി വരുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും എങ്ങനെ ഒരു നല്ല ഡോക്ടർ ആവാം, ആ ഡോക്ടർ ആവാൻ വേണ്ടത് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ആ കുട്ടി ഇപ്പൊ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ആക്ഷൻസ് എടുത്ത് തുടങ്ങും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ നമ്മളിപ്പോ തന്നെ എഴുതി വെക്കുക. ലക്ഷ്യങ്ങൾ എഴുതി വെച്ചവരുണ്ടാകും, വെക്കാത്തവരുണ്ടാകും. എന്തായാലും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ എഴുതി വെക്കുക. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഉള്ളത്, അത് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഡെയിലി ചിലപ്പോൾ ലക്ഷ്യങ്ങൾ കൂടും, അപ്പം അത് വീണ്ടും വീണ്ടും എഴുതി വെക്കുക. അതിലിങ്ങനെ മാർക്ക് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ നേടിയ ലക്ഷ്യങ്ങൾക്കൊക്കെ നമ്മളൊരു ടിക്കറ്റ് ഒക്കെ പോവാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു കളർഫുൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഗോൾസിനെ നമുക്ക് ഒരു 4 ടൈപ്സ് ആക്കിയിട്ട് തരംതിരിക്കാം. അതിൽ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ട്, മീഡിയം ടേം ഉണ്ട്, ആൻഡ് ലോങ് ടേം ഗോൾ ഉണ്ട്, അൾട്ടിമേറ്റ് ഗോൾസും ഉണ്ട്. ഇതില് ഷോർട്ട് ടേമിൽ വരുന്ന ഗോൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഗോള്, അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഗോൾസ് വരും. ദെൻ 1 ഇയർ ഗോൾസ് വരെ വരും. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഒരു 1 ഡേ മുതൽ ഒരു 1 ഇയർ വരെ വരുന്ന ഗോൾസ് ആണ് ഷോർട്ട് ടേം ഗോൾസിലുള്ളത്. ദെൻ മീഡിയം ടേം ഗോൾ എന്ന് പറയുന്നത് ഒരു 1 ഇയർ മുതൽ ഒരു 5 ഇയേഴ്സ് വരെ ഉള്ളതാണ്. അത് നമ്മൾ ഇപ്പം ഓക്കെ +2 നല്ല മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം. ഇതൊക്കെ വരുന്നത് ഒരു മീഡിയം ടേമിലാണ് വരിക. ഷോർട്ട് ടേമിൽ വരുന്നതാണ് നമുക്കിപ്പം നമ്മുടെ പാരന്റ്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, ഫ്രണ്ട്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന ഫുഡ് കഴിക്കണം, നമ്മുടെ ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷൻ എടുത്ത് തീരണം എന്നുള്ളതൊക്കെ വരുന്നത് ഷോർട്ട് ടേമിലാണ് വരിക. ഇത് മീഡിയം ടേമിൽ വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഇന്ന വർഷത്തിനുള്ളൊരു നമുക്ക് എവിടെയെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ +2 നല്ല മാർക്കോട് കൂടി വിജയിക്കണം, നമ്മളെ ഈ ഒരു അക്കാദമിക് ഇയറിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് വിജയിക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുന്നത് ഷോർട്ട് ടേം മീഡിയം ടേമിലാണ്. ആൻഡ് ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ലൈഫ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഗോൾസ് ആണ്. അതായത് നമുക്ക് എന്തായി തീരണം, ഇപ്പം ഓക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അതിൽ ആർക്കിടെക്ചർ ആവണം, ഡോക്ടർ ആവണം, നേഴ്സ് ആവണം, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണം, AI ടൂൾ ഡെവലപ്പ് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് അങ്ങനെയുള്ള ഡ്രീംസ് ഗോൾസ് ഒക്കെ ഉള്ളതൊക്കെ ലോങ് ടേമിലാണ് വരിക. അല്ലെങ്കിൽ നമുക്കൊരു കാറ് വാങ്ങിക്കണം, ഒരു വീട് വെക്കണം, നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ലോങ് ടേമിലാണ്. അതായത് ഒരു 5 ഇയേഴ്സ് 10 ഇയേഴ്സിന്റെ ഉള്ളിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ്. ആൻഡ് അൾട്ടിമേറ്റ് ഗോൾസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്കുള്ള, ഐ മീൻ ഒരുപാട് വർഷത്തേക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗോൾസ്. ഇപ്പം അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ഹാപ്പിനെസ് അൾട്ടിമേറ്റ് ഗോൾസിൽ വരുന്നതാണ്. നമ്മുടെ ഈ ലോകവും ആഫ്റ്റർ ദ ഡെത്ത് ലോകവും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏതാണ്? അൾട്ടിമേറ്റ് ഗോൾസിൽ വരുന്നതാണ്. ആൻഡ് അതുപോലെ വരുന്നതാണ് നമ്മുടെ ഹെൽത്ത് ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് നമ്മുടെ മരണസമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മരിക്കാൻ പറ്റുക. ഇപ്പം മുസ്ലിംസിനെ സംബന്ധിച്ച് നമ്മൾ ഈമാനോട് കൂടി മരിക്കുക എന്ന് പറയും അല്ലെ. നമ്മുടെ മരണസമയം ഏറ്റവും നല്ല രീതിയിൽ മരിക്കാൻ പറ്റുക. ഇതൊക്കെ നമ്മുടെ അൾട്ടിമേറ്റ് ഗോളിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇബാദത്തുള്ളവളായി ജീവിക്കാൻ പറ്റുക. ദെൻ നമുക്ക് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റുക. ഒരുപാട് നമുക്ക് ഈ മരണപ്പെടുന്ന സമയത്ത് ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മരണപ്പെടാൻ പറ്റുക. ഇതൊക്കെ വരുന്നത് ദ അൾട്ടിമേറ്റ് ഗോളിലാണ് വരുന്നത്. സോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അൾട്ടിമേറ്റ് ഗോൾസ് ഉണ്ടായിരിക്കുക, അത് നമ്മൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ചില ആളുകൾ പറയും നമ്മുടെ ലക്ഷ്യം എന്താ ചോദിച്ചാൽ, നമ്മളെ ഏറ്റവും വലിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക, മരിക്കുക, സ്വർഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. സ്വർഗത്തിൽ ബിലീഫ് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളൊക്കെ. അപ്പം സ്വർഗം എന്ന് പറയുന്ന ഒരു ലോകത്ത് എത്തപ്പെടുക, ഇതൊക്കെയാണ് എന്റെ ലക്ഷ്യം, ഇതിനാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിമായി മരിക്കുക, ഇതിനൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അതൊരു വ്യക്തമായിട്ടുള്ള ഗോളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പായ്വാക്കായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് സ്വർഗത്തിലെത്തണം, നമുക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റിലും വരുമ്പോൾ നമ്മൾ അതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ അതിലേക്കൊക്കെ നമ്മളെ അതിലേക്കൊക്കെ കൊടുക്കും. പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റുന്ന സമയം, ഇപ്പം ഒരു വ്യക്തിയുടെ ഗോളാണ്, ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു വ്യക്തിയുടെ ഗോളാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിൽ കടക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഗോളാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു വ്യക്തമായിട്ടുള്ളൊരു ഗോളായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഇപ്പം നമുക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം. ഇപ്പൊ ലോകത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോളുള്ള ഒരു മനുഷ്യനെ, ഒരു സ്വർഗത്തിൽ എത്തണം, എനിക്ക് മുസ്ലിം ആയിട്ട് തന്നെ മരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കൂല. ബിക്കോസ് വൻ ദോഷങ്ങൾ പറയുന്ന 7 ദോഷങ്ങളുണ്ട് അല്ലെ, അത് ചെയ്തവർക്ക് പോലും ഒരുപക്ഷെ സൃഷ്ടാവ് ദൈവം മാപ്പ് കൊടുത്തേക്കാം.
അവര് പാപമോചനത്തിനായി തേടിക്കഴിഞ്ഞാൽ, മരണത്തിന് മുന്നേ അല്ലെങ്കിൽ നിശ്ചിത പോയിന്റ് എത്തുന്നതിന് മുന്നേ പാപമോചനത്തിനായിട്ട് തേടിക്കഴിഞ്ഞാല് അവർക്ക് മാപ്പ് കൊടുത്തേക്കാം, അവർ സ്വർഗത്തിലേക്ക് എത്തിയേക്കാം. പക്ഷെങ്കില് ഒരു മനുഷ്യനെ വേദനിപ്പിച്ച ഒരാൾ സ്വർഗത്തിൽ കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിച്ച വാക്കുകൊണ്ടോ, ഇപ്പൊ നമ്മൾ ചെറിയൊരു കാര്യം കൊണ്ടാണെങ്കിൽ പോലും ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സൃഷ്ടാവിനോട്, ദൈവത്തിനോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കുകയാണ്. പാപമോചനം ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഏത് വ്യക്തിയാണോ വേദനിപ്പിച്ചിട്ടുള്ളത് ആ വ്യക്തിയോട് പോലും നമുക്ക് മാപ്പ് ചോദിക്കാൻ പറ്റി ആ വ്യക്തി നമുക്ക് മാപ്പ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മള് സ്വർഗത്തിലേക്ക് കടക്കുള്ളൂ. അത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളും നമ്മൾ കാണുന്നുണ്ടാവും. അവര് ഭയങ്കര ഇബാദത്ത് ഉണ്ടാകും, മുസ്ലിമാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും, ആളുകൾക്കിടയിൽ മുസ്ലിമാണ്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലക്ഷ്യം സ്വർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ജീവിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവർ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് പറയുമ്പോൾ ഓക്കെ, നമുക്ക് തോന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നും, നമ്മുടെ മൈൻഡിൽ അങ്ങനെ ആളുകൾ ചിന്ത വരും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളുടെ വാക്കുകൊണ്ട് ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? അവര് നമ്മുടെ വാക്കുകൊണ്ട് അവര് വേദനിച്ചിട്ട് സൃഷ്ടാവിനോട് അവര് പരാതി പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിനെ അനുഭവിക്കുക തന്നെ ചെയ്യും. കർമ്മഫലം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും എന്റെ മക്കളോട് പറയുന്നതാണ്. കർമ്മഫലം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ദുനിയാവിൽ തന്നെ അനുഭവിക്കും. പിന്നെ ആഖിറത്തിലുള്ള കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പം നമ്മൾ ഒരാളെ തെറ്റായ കാര്യം കൊണ്ട് വേദനിപ്പിക്കുക എന്നത് പോലെ തന്നെ ഒരാളെ നമ്മൾ നന്മ കൊണ്ട് നമ്മൾ ഒരാളെ നമ്മൾ എന്തെങ്കിലും നന്മ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പുഞ്ചിരി കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു നോട്ടം കൊണ്ട്, നല്ലൊരു സംസാരം കൊണ്ട് ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും. കാര്യം നമുക്കും നമ്മുടെ സൃഷ്ടാവ് എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു കർമ്മത്തിനുള്ള ഒരു ഫലം നമുക്ക് നൽകുക തന്നെ ചെയ്യും. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള കർമ്മഫലമാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിനുള്ള കർമ്മഫലം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ സൃഷ്ടാവ് നമ്മളിങ്ങനെ ഞെരുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടി മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കർമ്മഫലം തീർച്ചയായിട്ടും നമ്മൾ അതിൽ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ ഹോൾഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് നമ്മുടെ സൃഷ്ടാവ് തരിക തന്നെ ചെയ്യും. ദുനിയാവിൽ തന്നെ അതിന്റെ മഹത്വം നമുക്ക് കണ്ണുള്ളവന് കാണാൻ പറ്റും. ഓക്കെ, എല്ലാത്തിനും പരാതി പറയാനോ എനിക്കൊന്നുമില്ല, ഇങ്ങനെയാണ് ദൈവം എപ്പോഴാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, എനിക്ക് എപ്പോഴും അസുഖമാണ്, അതാണ് ഇതാണ്, എന്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, എനിക്ക് വീടില്ല, അതിലൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സൃഷ്ടാവ് നമുക്ക് നൽകുന്ന കർമ്മഫലത്തിന്റെ അനന്തരം നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമ്മള് മുന്നൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബെഗർ അല്ലെ, ഒരു സ്വർണ്ണപാത്രം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു യാചകനെ കുറിച്ചിട്ട് നമ്മുടെ മുന്നേ ഉള്ള കഥകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെറുതെ സ്വർണ്ണപാത്രം കയ്യിൽ വെച്ചിട്ട് ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറേണ്ടി വരും. പകരം നമ്മളെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട്, നമുക്കിപ്പോൾ ഉള്ള ജീവിതത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സൃഷ്ടാവ് നമുക്ക് നൽകുന്ന കർമ്മഫലത്തെ കുറിച്ചിട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കർമ്മഫലത്തെ നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു പോകുന്നത്, നമ്മളുടെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. അതിൽ സ്വർഗത്തിൽ കടക്കണം എന്നുണ്ടെങ്കിൽ അതും എഴുതി വെക്കുക. അങ്ങനെ നമുക്ക് അത് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ മൈൻഡിൽ ഉണ്ടെന്നെങ്കിൽ നമുക്ക് ഒരാളെയും വേദനിപ്പിക്കാൻ പറ്റൂല, നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റൂല. ഇനിയിപ്പോ ഒരാളെയും വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഓക്കെ, നമുക്കൊരു ബിലീഫ് ഉണ്ട്, നമ്മള് ഓക്കെ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റും, നമ്മളുടെ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വീണ്ടും സ്റ്റക്കായി പോവുക ലൈഫില്. ഞാൻ എന്റെ മക്കളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ചുറ്റിലുള്ള ആളുകൾ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പോവേണ്ടതില്ല. ഈവൻ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോവുക. നമുക്കൊരു അതായത് നമ്മളെ സൃഷ്ടാവിനെ, നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും തനിച്ചാണ്, തിരിച്ചു പോകുന്നതും തനിച്ചാണ്. ഈ ജീവിക്കുന്ന കുറച്ച് സമയം മാത്രമേ നമ്മുടെ കൂടെ കുറച്ച് ആളുകളുള്ളൂ.
അത് നമ്മുടെ പാരന്റ്സ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, അവരൊക്കെയും. അപ്പം അവര് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വർഗം എന്നുള്ള ലക്ഷ്യത്തെ, അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടാവുമായിട്ട് അടുക്കുക എന്നുള്ള ലക്ഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളതിനെ ചെക്ക് ചെയ്ത് വെക്കരുത്. ഓക്കെ, നമുക്ക് നമ്മളെ പാരന്റ്സിനെ ഏറ്റവും നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താൻ പറ്റണം, അവരെ സ്നേഹിക്കാൻ പറ്റണം, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റണം. പക്ഷെ നമ്മളൊക്കെ പാരന്റ്സ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളിലെ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പല കാര്യങ്ങളിലും സ്റ്റെക്കായി പോയിട്ടുള്ള ആളുകളുണ്ടാവും, അതിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള പാരന്റ്സ് ചിലപ്പം നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, സൊസൈറ്റിക്ക് നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ കാണും എന്നതിനായിരിക്കും. നമ്മൾ അതിനെയല്ല മുൻഗണന കൊടുക്കേണ്ടത്. ആളുകൾ എങ്ങനെ കാണും, ആളുകൾ അതിനെ എങ്ങനെ വിലയിരുത്തും എന്നതിനെ കുറിച്ചിട്ടല്ല. ഈ പറയുന്ന ആളുകൾക്കൊക്കെയും പ്രശ്നമുണ്ട്. നമ്മളെ തിരുത്താൻ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ നോക്കി കാണാൻ വരുന്ന, നമ്മളെ കുറ്റം പറയുന്ന, നമ്മളെ നോക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കി കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നോക്കി കണ്ടാലേ മുഖം പൊത്തി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകും, അവരുടെ ക്യാരക്ടറിൽ, അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകും. സോ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സൃഷ്ടാവുമായിട്ട് നമ്മൾ ഒരു ബന്ധം ഉണ്ടാക്കുക, നമ്മുടെ ദൈവവുമായിട്ട് നമ്മൾ ഒരു ബന്ധം ഉണ്ടാക്കുക. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവർക്ക് ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുത്താനുള്ള സമയം കൊടുക്കുക, തിരുത്തപ്പെടാനുള്ള അവസരം കൊടുക്കുക, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എസ് എ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വെൽ ഗോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ചുറ്റുപാടിനെ നോക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തെ, നമ്മളെ ഗോൾസിനൊന്നും നമ്മൾ കാണേണ്ടതില്ല. നമ്മള് ഇത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളെ സൃഷ്ടാവും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, അല്ലെ? നമ്മൾ ഖബറിലേക്ക് പോയി കിടക്കേണ്ടതും നമ്മൾ ഒറ്റക്കാണ്, അതിനുശേഷമുള്ള ജീവിതം അനുഭവിക്കേണ്ടതും നമ്മൾ ഒറ്റക്കാണ്, നമ്മളെ ദൈവത്തിന്റെ അടുത്തേക്ക്, സൃഷ്ടാവിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നതും ഒറ്റക്കാണ്. അപ്പൊ നമ്മുടെ കൂടെ ഈ ഒരാളും ഉണ്ടാകൂല. ഇപ്പൊ നമ്മളോട് അങ്ങനെ ചെയ്യേ, ഇങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ എന്താണ് നമ്മളെ കഥ, എന്താണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഇത് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അവരുടെ ലോകം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അവര് പറയുന്നത് മാത്രം കേട്ട് അവരുടെ ശരികളിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഈ ആളുകളൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മളെ കൂടെ ഈ പറയുന്ന ആളുകളൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല. സോ നമ്മളൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വെക്കുക, അതിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങളില് നമ്മളുടെ സൃഷ്ടാവിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളായി മാറ്റുക എന്നുള്ളതാണ്. അതായത് ന്യായപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ആയി മാറുക. ഓക്കെ, ആൻഡ് അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങള്. ആൻഡ് നമ്മൾ വെക്കേണ്ട ഗോൾസ് എന്ന് പറയുന്നത് സ്മാർട്ട് ഗോൾസ് ഫോർമുല ആണ്. നമ്മള് ഗോള് സ്മാർട്ട് ഫോർമുല പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബോണ്ടഡ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു ഗോള് വെറുതെ ഒരു ഓക്കെ, എനിക്കൊരു പുസ്തകം, ഇപ്പൊ നമ്മളൊരു പുസ്തകം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഉള്ള ഒരു ബുക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുക്ക് വാങ്ങിക്കണം എന്ന് എഴുതി വെക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഐ വാണ്ട് ടു ബൈ എ ബുക്ക് വിത്തിൻ 2 months, അല്ലെങ്കിൽ ഐ വാണ്ട് ടു സ്കോർ 90% ഇൻ +2 എക്സാംസ് ബൈ മാർച്ച് എക്സാം എന്നുള്ളത്. അതായത് നമ്മൾ എപ്പോഴാണ് നമുക്ക് നേടേണ്ടത്, എങ്ങനെയാണ് നേടേണ്ടത്, അത് എത്ര ടൈമിന്റെ ഉള്ളില്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്കത് എഴുതി വെക്കാൻ പറ്റുമ്പോഴാണ് അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് മാറുക. അപ്പോൾ നമ്മള് ഗോൾസ് ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് സ്മാർട്ട് ഗോളില് സെറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഡ്രീം ജേർണൽ എഴുതി തുടങ്ങിക്കൂടെ? ഇപ്പം ഓൾറെഡി ഡ്രീം ജേർണൽ ഉള്ള ആളുകൾ ഉണ്ടാകും അല്ലെ, ഡ്രീംസ് എഴുതി വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ അതൊന്നും കൂടെ വായിക്കുക, അതിലേക്ക് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീംസ് എഴുതി വെക്കുക ജേർണലായിട്ട്. ഓക്കെ, എനിക്ക് ഇന്നതാണ് നേടേണ്ടത്, ഇന്ന സമയത്താണ് നേടേണ്ടത് എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക. ആൻഡ് അത് നിങ്ങൾ ഏതെങ്കിലും
നിങ്ങൾ വാൾസിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ, ഇടയ്ക്ക് നിങ്ങൾ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് പോയി എടുത്ത് വായിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് അതിലേക്ക് എടുക്കുക. പിന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ വിഷ്വൽ ചെയ്യുക. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൻഡ് പവർ ടൂളാണ് നമ്മൾ വിഷ്വൽ ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിഷ്വൽ ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമെന്ന്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ സ്വർഗത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അവര് പറയുന്നുണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ. പക്ഷെ അവർ ഒരിക്കൽ പോലും അതൊരു ലക്ഷ്യമാക്കി കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷ്വൽ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളോട് പറയുക, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കുക. ഇപ്പം നമ്മുടെ ചുറ്റിലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ഉണ്ടാകും. ഇപ്പം അവർക്ക് ഇത്തരം അറിവുകളൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവൂല. അവരിങ്ങനെ ജീവിക്കുന്ന ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുള്ളതായിരിക്കും. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, അവർക്ക് സ്വർഗത്തിൽ പോകണം, നല്ല രീതിയിൽ മരിക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ അവരതിനെ വിഷ്വൽ ചെയ്യാൻ പറ്റണം. ഇതിനെ എപ്പോഴും കാണാൻ പറ്റണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്വർഗത്തിൽ പോയി, ഇപ്പം നമ്മൾ സ്വർഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്നത്തെ കുട്ടികളിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നരകം എന്നുള്ളതാണ്. നമ്മള് ഇപ്പം എന്റെ സ്റ്റഡിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളോട് പറയുന്നത് അങ്ങനെ ചെയ്താൽ നരകത്ത് പോകും, ഇങ്ങനെ ചെയ്താൽ നരകത്ത് പോകും, നരകത്ത് പോകും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്. മറിച്ച് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ സ്വർഗത്ത് പോകും എന്നുള്ളതാണ്. മോൾ അങ്ങനെ ചെയ്താൽ മോൾ സ്വർഗത്ത് പോകട്ടോ, മോൾ ഇങ്ങനെ ചെയ്താൽ സ്വർഗത്ത് പോകും എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ മക്കൾക്ക് സ്വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ നമ്മൾ പറയുന്നത് നരകം എന്നുള്ളതാണ്. അങ്ങനെ പോയ നരകത്ത് കിടക്കും, ഇങ്ങനെ പോയ കളവ് പറഞ്ഞ നരകത്ത് കിടക്കും, നമ്മൾ അങ്ങനെ ചെയ്ത നരകത്ത് കിടക്കും, നമ്മള് എന്താ പറയാ അവിടത്ത് മറക്കാതിരുന്ന നരകത്ത് കിടക്കും എന്നുള്ള. മറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, നമ്മൾ നല്ലൊരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്ത് പോകും. നമ്മൾ ഔറത്തൊക്കെ മറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. നമ്മൾ ആളുകളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. സ്വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൊടുക്കേണ്ടത്. നമ്മളെ മുതിർന്ന ആളുകളോട് നമ്മൾ പറയണം സ്വർഗം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. കൂടുതൽ സമയം നമ്മൾ വിഷ്വൽ ചെയ്യാൻ നമ്മൾ സ്വപ്നങ്ങളിൽ കൊണ്ടുവരേണ്ടതും സ്വർഗം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അന്ത്യനാളിൽ നമ്മൾ പറയും നരകത്ത് കടക്കുന്ന നരകത്തിന്റെ ചൂടിനെ, നരകത്തിന്റെ ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയെ കുറിച്ച് നമ്മൾ ഇടക്കിടക്ക് ആലോചിച്ച് വിഷമിക്കാറുണ്ട്. പക്ഷെ സ്വർഗത്തിന്റെ പ്രതീതിയെ കുറിച്ചിട്ട്, ഖബറിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ല അവസ്ഥകളെ കുറിച്ചിട്ട്, സ്വർഗീയമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഖബറിൽ വരുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നമുക്ക് സമാധാനപ്പെടാനാണ് പറ്റേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിട്ടും അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് അതിന് ഡിഫറൻസ് കാണാൻ പറ്റും. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അവരുടെ ബിഹേവിയറും നരകത്തെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കുന്ന ഒരാളുടെ ബിഹേവിയറിലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ എന്റെ പേഴ്സണൽ ലേണിംഗിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതന്നെയാണ് ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ചുറ്റുള്ള ആളുകളെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നരകം എന്ന് പറയുന്ന ആളുകളുടെ അവര് പറയുന്നുണ്ട് സ്വർഗത്ത് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവര് നരകത്തെയാണ് കൂടുതൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ അവര് നല്ല ആളാവാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവര് മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ടാണ് ഉണ്ടാവുക. മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും വശമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അതറിയുന്നവർക്ക്, അല്ലെങ്കിൽ അതറിയാത്ത ആളുകളെ ഇങ്ങനെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് വെക്കും. പക്ഷെ അതറിയുന്നവർക്ക് മനസ്സിലാവും വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, എപ്പോഴും വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കരുത്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ മിണ്ടാതിരിക്കുക. ചിലപ്പോൾ നമ്മളായിരിക്കും അവിടുത്തെ വിക്ടിം എന്ന് പറയുന്നത്. നമ്മൾ വിക്ടിം ആവാത്ത രീതിയിൽ നമ്മൾ മിണ്ടാതിരിക്കുക. ഇടപെടേണ്ട സ്ഥലങ്ങളിൽ മാന്യമായിട്ട് നിന്ന് ഇടപെടുക തന്നെ വേണം. മാന്യമായിട്ട് സംസാരിക്കുക തന്നെ വേണം. നമ്മളുടെ വശങ്ങൾ നമ്മൾ സംസാരിക്കുക തന്നെ വേണം. പക്ഷെ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ഇടങ്ങളിൽ എന്ത് ചെയ്യുക, സംസാരിക്കാതിരിക്കുക. അവിടെ സൈലൻസ് കൊടുക്കുക, നമ്മുടെ സെൽഫിലേക്ക് നമ്മൾ ടൈം കൊടുക്കുക, സെൽഫിലേക്ക് നമ്മൾ ഒതുങ്ങുക. പക്ഷെ അത് എല്ലായിടത്തും ഇരകളായി മാറാനുള്ള ഒരു ഒതുക്കമായി മാറാനും പറ്റൂല. നമ്മുടെ സെൽഫിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് കെയർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഇപ്പോ നമ്മുടെ ലിങ്ക് കട്ടാവും കേട്ടോ. ഓക്കെ, അപ്പം സെൽഫിലേക്ക് സെൽഫിനെ നമ്മൾ സെൽഫിലേക്ക് സൈലൻസ് ആയിട്ട് പോകുക എന്ന് പറയുമ്പോഴും അത് നമ്മൾ മറ്റുള്ളവർക്കിടയിൽ ഒരു ഇരയാക്കാം എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, ഇടപെടേണ്ടടുത്ത് ഇടപെടണം. പക്ഷെ അത് അനാവശ്യമായിട്ടുള്ള ആളുകളോടാവരുത്, അനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിലാവരുത് എന്ന് മാത്രം. അനാവശ്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കീപ് റൈറ്റ് ആൻഡ് മൂവ് ഓൺ ബാക്ക്.